ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കിടിലൻ പടത്തിന്റെ റിവ്യൂ ആയിട്ടാണ്. എല്ലാ പ്രാവശ്യം ഞങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്, പക്ഷേ ഇത്തവണ ഞങ്ങൾ കാണുന്നതെല്ലാം കിടിലൻ പടങ്ങൾ. എന്ത് ചെയ്യാനാണ്, അതുകൊണ്ടാണ് കിടിലൻ പടങ്ങൾ റിവ്യൂ ആയിട്ട് വരുന്നത്. കിടിലൻ പടങ്ങൾ മാത്രം ഞങ്ങൾ തിരഞ്ഞുപിടിച്ച് കാണുമെന്നുള്ളത് ഞങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. ഞങ്ങൾ ഒരല്പം ലേറ്റ് ആകുമെങ്കിലും ഞങ്ങൾ കാണുന്ന പടങ്ങൾ ഒക്കെ അടിപൊളിയാണ്. അത് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്താണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ കണ്ട പടത്തിന്റെ പേര് നിങ്ങൾ തമ്മിൽ കണ്ടു കാണും. കൽക്കി 2898 AD. എന്താണ് ഈ 2898? 2898 എന്ന വർഷത്തിൽ നടക്കുന്ന കാര്യങ്ങളും പുരാതനപരമായ കാര്യങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു പടമാണ്. പടത്തിന്റെ പേര് നിങ്ങൾ കേട്ടാണ്, കൽക്കി എന്നാണ് പേര്. കൽക്കി എന്ന് പറഞ്ഞാൽ എന്താ നിനക്കറിയാവോ? 10ാമത്തെ അവതാരം. മഹാവിഷ്ണുവിന്റെ 10ാമത്തെ അവതാരമാണ് കൽക്കി. സോ അത് ബേസ് ചെയ്തിട്ടുള്ള നമ്മളെ കൽക്കി എന്ന് പറഞ്ഞാൽ നേരത്തെ കുറച്ച് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. കൽക്കി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ തന്നെ കൽക്കി എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ ടോവിനോയുടെ മലയാളം പടം ഇറങ്ങിയിട്ടുണ്ട്. തമിഴിൽ ഇറങ്ങിയിട്ടുണ്ട്. അതെ, തമിഴിൽ ഇറങ്ങിയിട്ടുണ്ടോ? ഇല്ല, തെലുങ്കിൽ എവിടെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഈ പുരാതനപരമായ ബേസ് ചെയ്തല്ലായിരുന്നു. ആദ്യമായിട്ടാണ് കൽക്കി എന്ന പേര് നമുക്ക് പരിചിതമായ രീതിയിൽ തന്നെ ഇറക്കിയിരിക്കുന്നത്. അല്ലടാ, കൽക്കി എന്ന് പറയുന്ന സംഭവം ശരിക്കും പറയാം, നമ്മളിപ്പോ ടോവിനോടെ കൽക്കി അത് ഇതുമായിട്ട് ഒരു ബന്ധമില്ല. ഏത് പുരാതനപരമായ രീതിയിൽ ഒരു ബന്ധമില്ല, പുരാണമായിട്ടൊരു ബന്ധമില്ല. പക്ഷെ ഇത് 10ാമത്തെ അവതാരം. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്നുകൂടെ പറയുകയാണ്. 10ാമത്തെ അവതാരം മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങൾ ഏതൊക്കെയാണ്? മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, ബലരാമൻ. പ്രാവശ്യം പറഞ്ഞില്ലേ? ആ, ഓർഡർ എന്ന് പറയാൻ പറ്റില്ല. 10ാമത്തെ അവതാരമാണ് കൽക്കി. അപ്പൊ കൽക്കി കലിയുഗത്തിൽ അവതരിക്കും എന്നതാണ് പുരാണത്തിൽ പറയുന്നത്. സോ അത് ബേസ് ചെയ്തിട്ടുള്ള കഥയാണ് ഈ കൽക്കി 2898 AD-ക്കകത്തുള്ളത്. അപ്പൊ ആദ്യം തന്നെ കാണിക്കുന്ന മഹാഭാരതത്തിലെ കുറച്ച് കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇത് സ്പോയിലർ ഒന്നുമല്ല, സിനിമയിൽ തുടക്കം തന്നെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കാണുന്ന ഈ കാര്യങ്ങളാണ്. കാരണം കൽക്കി എന്ന് പറയുന്ന ഈ ഒരു കഥാപാത്രത്തിലേക്ക് എത്തണമെങ്കിൽ പുരാണമായിട്ട് കണക്ഷൻ വേണം. സോ ആദ്യം തന്നെ ആ ഒരു മഹാഭാരത യുദ്ധവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് നമ്മുടെ അമിതാഭ് ബച്ചൻ്റെ ക്യാരക്ടറാണ്. ദ്രോണറുടെ പുത്രനായ അശ്വത്ഥാമാവെന്ന ക്യാരക്ടറാണ്. അത് നമ്മൾ ട്രെയിലറിൽ തന്നെ കണ്ടതാണ്. ആ ഒരു ക്യാരക്ടറാണ് അമിതാഭ് ബച്ചൻ ചെയ്യുന്നത്. ആദ്യം തൊട്ട് അവസാനം വരെ എല്ലാരെയും സൈഡാക്കി മാറ്റി നിർത്തുന്ന ഒരു കഥാപാത്രമാണ്. ഓവർ ഹൈപ്പ് കൊടുക്കണോടാ, അതിന് മാത്രം ഉണ്ട്. അങ്ങനെയല്ല, കുഴപ്പമില്ല. അങ്ങനെ അമിതാഭ് ബച്ചൻ പുള്ളിക്ക് 80 വയസ്സിനപ്പുറം 80 വയസ്സിനപ്പുറം ഉണ്ട്. അത് എക്സ്പെക്ടേഷൻ വേണ്ട, അത് ഒറിജിനൽ. 80 വയസ്സിനപ്പുറം പ്രായമുള്ള ഒരു മനുഷ്യൻ അതിനകത്ത് കിടന്ന് കാണിക്കുന്ന കാര്യങ്ങൾ പ്രഭാസിനെയൊക്കെ അങ്ങ് സൈഡാക്കി മാറ്റി. പിന്നെ ഇതിനകത്ത് പറയാനുള്ള കാര്യം, കല്ല് കടിയായിട്ട് തോന്നിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രഭാസിന്റെ അനവസരത്തിലുള്ള ഒരു കാര്യം. അത് മാത്രം തിയേറ്ററിലാണെങ്കിലും വലിയ ബോറിംഗ് ആയിരുന്നു. എല്ലാവരും മലയാളം ആയതുകൊണ്ട് നമുക്ക് മനസ്സിലായി ബോറാണ്. ഇന്ത്യ വല്ല അപ്പൊ ആ ഒരു ചെറിയ കല്ലുകടി ഇതിൻ്റെ അകത്തുണ്ട്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ ഒരു കാര്യമില്ലാണ്ട് കുറെ പേരൊക്കെ വന്നുണ്ട്. രാം ഗോപാൽ വർമ്മ, പിന്നെ ആരാണ്, രാജമൗലി, ഇവരെയൊക്കെ ഇതിന്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ബ്രഹ്മാനന്ദം അനാവശ്യമായി കുറച്ച് ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരുന്നത്. അത് ഇത്ര വലിയ ബ്രഹ്മാണ്ഡ ചിത്രമായ കാരണം എല്ലാവരും ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയായിരിക്കും. പിന്നെ സിനിമയെ പറ്റി എടുത്ത് പറയുന്ന ഒറ്റവാക്കി പറഞ്ഞാൽ അതിഗംഭീരമായ പടമാണ്. കാരണം ഹോളിവുഡ് സ്റ്റൈലിലാണ് മേക്കിംഗ്. തുടക്കം തന്നെ ഇടയ്ക്ക് നമ്മുടെ പ്രഭാസിന്റെ ഈ അനവസരത്തിലുള്ള കോമഡി ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ നല്ല ട്രീറ്റ് പക്കയാണ്. ഓരോ ക്യാരക്ടേഴ്സിന് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈ പറഞ്ഞ ഈ അനാവശ്യമായി വന്ന ക്യാരക്ടേഴ്സ് ഒഴിച്ച് ബാക്കിയുള്ള ഓരോ ക്യാരക്ടേഴ്സിനും ശോഭനയൊക്കെ നല്ല രീതിയിൽ തന്നെ. പിന്നെ അന്നാബൻ ചെറിയ വേഷമാണെങ്കിൽ പോലും അല്ലെ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും നമ്മളെ ഇന്ത്യൻ സിനിമകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നായകന്റെ കൂടെ ഡാൻസ് കളിക്കാനും അതിനൊക്കെ ആയിട്ടാണ് നായികമാര്. പക്ഷെ ഇതിനകത്ത് നായിക കഥാപാത്രങ്ങളെല്ലാം അങ്ങനെയൊന്നുമല്ല, അവർക്ക് വേണ്ട സ്പേസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള റോളുകളാണ് ഇതിൻ്റെ അകത്ത് എല്ലാവരും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ സ്വന്തം റോക്സി പട്ടാണി എന്നൊക്കെ പറഞ്ഞ ചെറിയ റീലില് ദിശ പട്ടാണി എന്ന് പറഞ്ഞ ആളുണ്ട്. ചെറിയ റോളാണ്.
അത് കുഴപ്പമില്ലാത്ത റോളാണ്. പിന്നെ പിന്നെ പ്രഭാസ് പക്ഷെ അവസാന സീനിലേക്ക് വന്നപ്പോഴത്തേക്കും ഒക്കെ നല്ല രീതിയിൽ, അതൊന്നും പറയണില്ല, നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കണം. സെക്കൻഡ് ഹാഫ് കിഡിലാണ്. ഫസ്റ്റ് ഹാഫ് എങ്ങനെയോ കൊണ്ട് എത്തിച്ചു, കാരണം കുറച്ച് ലാഗ് അടിപ്പിച്ചു ആദ്യമൊക്കെ. എല്ലാവരുടെ ഇൻട്രഡക്ഷൻ ഇങ്ങനെ വന്ന് അവസാനം കൂടെ നിർത്തിയത് ഉൾപ്പെടെ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് നിർത്തിയിരിക്കുന്നത്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് നമുക്കറിയാം. സെക്കൻഡ് പാർട്ട് എന്നാ വരുന്നത് നമുക്കറിയത്തില്ല. സെക്കൻഡ് പാർട്ട് നമുക്കറിയാം ഇതിനേക്കാളും അടിപൊളിയാണ്. കാരണം ഇത് ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ മാത്രമാണ്. നല്ല രീതിയിൽ തന്നെ സെക്കൻഡ് പാർട്ട് ഇറക്കുമെന്ന് വിചാരിക്കും. കമലഹാസനൊക്കെ പൂണ്ട് വിളയാടാൻ പോകുന്നത് സെക്കൻഡ് പാർട്ടിലായിരിക്കും. പിന്നെ നാഗശ്വിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. നാഗശ്വിൻ പുള്ളിയുടെ എത്രാമത്തെ പടമായിരുന്നു? പുള്ളി ഇതിനു മുമ്പ് കുറച്ച് പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ അകത്ത് എടുത്തു നീക്കേണ്ട ഒരു പടം തന്നെയാണ് ഇത്. പുള്ളിയെ വിശ്വസിച്ച് 600 കോടി മുടക്കിയ നിർമ്മാതാവിനെയാണ് നമ്മൾ പ്രശംസിക്കേണ്ടത്. കാരണം ഇതേപോലെ ഈ 600 കോടി മുടക്കിയാണ് മറ്റേ പടം എടുത്തത്. ആദിപുരുഷ്. എന്ത് പടാടേത്! പ്രഭാസ് വരെ VFX ആയിരുന്നു. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പോ അറിയാവുന്ന ആളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും പെർഫെക്റ്റ് ആകും. ഒന്നും പറയല്ലേ, ശരിക്കും പറയടാ ഇതിന്റെ പ്രത്യേകത എന്താ പറയുക, നമ്മുടെ മഹാഭാരതം എന്ന് പറയുന്ന നമ്മുടെ ഈ പുരാണം, ഇതിന്റെ കഥകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷിലെ ഗെയിം ഓഫ് ത്രോൺസിനേക്കാളും ഒക്കെ നല്ല രീതിയിൽ നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ കഥകൾ ഇതിൻ്റെ അകത്തുണ്ട്. പ്ലോട്ട് ട്വിസ്റ്റുകളും ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ അത് നല്ലൊരാളുടെ കൈ കിട്ടിയോണ്ടല്ലോ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് എടുക്കുക അല്ലേ. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ്. അതെ ഇതിന്റെ അകത്ത് എന്തുവാ അമിതാഭ് ബച്ചൻ കൊടുത്തിരിക്കുന്ന സ്പേസ്, ശരിക്കും പറഞ്ഞ ഒരു അജാനബാഹുവായ ഒരു മനുഷ്യൻ അല്ലെ. അതിനകത്ത് കണ്ടിട്ട് തന്നെ എന്നാ സ്ക്രീൻ പ്രസൻസ് ആണ് പുള്ളിക്ക്. ഒന്നും പറയാനില്ല, തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇത് OTT വരാൻ വേണ്ടി വെയിറ്റ് ചെയ്താൽ നഷ്ടമാണ്. കാരണം OTT സ്റ്റഫ് അല്ല ഇത്. OTT എന്ന് കണ്ടേ നമ്മൾ മൊബൈലിൽ നിന്ന് കണ്ടേ ഉറപ്പായിട്ടും പറയും ബോറാണ്, അങ്ങനെയൊക്കെ പറയും. പിന്നെ ഫാമിലി ആയിട്ട് പോകാം. ഞങ്ങളുടെ പ്രത്യേകത എന്താണ്, ഇത് ആരൊക്കെയായിട്ട് പോകാന്നുള്ളത് ഞങ്ങൾ അവസാനം പറയാം. അതിന് വേണ്ടിയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തത് എനിക്കറിയാം. അതാണ് ഞങ്ങളുടെ വീഡിയോയുടെ പ്രത്യേകത. ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ പടമാണോ? ഫാമിലി ആയിട്ട് കാണാൻ പറ്റുമോ? ഇത് കാണാൻ പറ്റും, പക്ഷേ അല്ലേടാ, പക്ഷെ മനസ്സിലാക്കാൻ കുറച്ച് പാടുണ്ടാവും ചില കാര്യങ്ങൾ അല്ലേടാ. എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ഞാൻ പറയണക്ക് മറ്റേ ഫ്യൂച്ചർ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയണത്. അതിനകത്തെ യൂണിറ്റ്സുകൾ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ കത്താൻ ഇച്ചിരി പാടുണ്ടാവും. ഫാമിലി ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പുരാണം ബേസ് ചെയ്ത് ആണെങ്കിൽ പോലും കുറച്ച് കത്താനായിട്ട് പാടുവിടും. എന്നാലും ഞാൻ പറയുക ചില കാര്യങ്ങൾ കത്താൻ പാടും. നമുക്ക് തന്നെയുള്ള ഫസ്റ്റ് ഹാഫ് കത്താൻ ഇച്ചിരി പാടുണ്ട്. അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അനിമേ കാണുന്നവർക്കൊക്കെ പെട്ടെന്ന് കത്തും. ഫ്രണ്ട്സുമായിട്ട് കാണാൻ പറ്റിയ പടമാണ്. പിന്നെ എന്തുവാ ഭാര്യയായിട്ടോ ലവേഴ്സായിട്ടോ ഒക്കെ പോയി കാണാൻ പറ്റിയ പടമാണ്. അതിന് എല്ലാ പടം കാണാം, അതുകൊണ്ട് പ്രശ്നമില്ല. നമ്മള് പക്ഷെ ഞാൻ പറഞ്ഞു ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഈ ഒരു കാര്യം ആലോചിക്കുക. കാരണം കുട്ടികൾക്ക് ഒരു വിഷ്വൽ ട്രീറ്റ് ഉണ്ടാവും. 3D ആണെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ തന്നെ തൊട്ടപ്പുറത്ത് വെച്ച് മറ്റേ ഇങ്ങനെ കണ്ടപ്പോ അശ്വത്ഥമാവിനെ കണ്ടപ്പോ. അപ്പൊ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയ പടമാണ്. മസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ പോയി കാണുക. ഫസ്റ്റ് ദിവസം തന്നെ എത്ര കോടി അടിച്ചെന്ന് അറിയുമോ? 100-ന് മുകളിൽ 151 കോടി അടിച്ചു ഫസ്റ്റ് ദിവസം. പിന്നെ നിങ്ങളെല്ലാം കണ്ട് സ്പോയിലർ അലേർട്ടായിട്ട് ഫസ്റ്റ് ഡേ വെച്ച സംഭവമാണ്. ഇപ്പൊ ഓൾറെഡി തന്നെ റിവീൽ ചെയ്താണ്. ദുൽഖർ സൽമാന്റെ സാന്നിധ്യം ഈ സിനിമയിലുണ്ട്. അതിപ്പോ എല്ലാരും അറിഞ്ഞു കാണും. ചെറിയൊരു റോള് ഇങ്ങനെ ക്യാപ്റ്റൻ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. രാം ഗോപാൽ വർമ്മയൊക്കെ വെറുതെയാണ്, ഒരു കാര്യം. പ്രഭാസിന് കുറച്ച് ബോറിംഗ് സീനുകളുണ്ട്. പിന്നെ ഇതുപോലെ അനാവശ്യമായ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരുന്നുണ്ട്. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ സിനിമ അടിപൊളിയാണ്. അവസാനത്തെ വിഷ്വൽ ട്രീറ്റൊക്കെ ഗംഭീരമാണ്. 3D കാണാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. കൂടുതൽ പറഞ്ഞ് ഞങ്ങൾ ഓരെടുപ്പിക്കുന്നില്ല. മസ്റ്റ് വാച്ചാണ്, തിയേറ്ററിൽ പോയി കാണുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.